I wish all my dear students a wonderful day. Today we are going to discuss a fresh new chapter, actually the second chapter under the module for the marginalized and their rights. The title of the work is Caring for Animals, written by John Silkin. This is a beautiful poem written by John Silkin. In this session, we will be discussing about the author and I will give you a brief introduction about this particular work. John Silkin was born on 2nd December 1930 in a Jewish immigrant family in London. He attended Wycliffe College and Dulwich College. He was evacuated during the Second World War from London to Wales. John Silkin ജനിച്ചത് 1930 ഡിസംബർ 2-ാം തീയതിയാണ് ഇൻ ലണ്ടൻ. ഹി ബിലോങ് ടു എ ജൂയിഷ് ഇമിഗ്രൻറ്റ് ഫാമിലി. ഒരു ജൂത കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം വീക്ലിഫ് കോളേജിലും ഡൾവിച്ച് കോളേജിലുമായിട്ട് പൂർത്തിയാക്കി. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ലണ്ടനിൽ നിന്നും വെയിൽസിലേക്ക് പലായനം ചെയ്തിരുന്നു. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ധാരാളമായ കൂട്ടക്കൊലകളെല്ലാം നടന്നിരുന്ന സമയമാണ്. ആ സമയത്ത് അദ്ദേഹം ലണ്ടൻ വിട്ട് വെയിൽസിലേക്ക് പലായനം ചെയ്തിരുന്നു. In the 1950s, he struggled in such a way that for a living he was doing manual labor. He lived by teaching English as a foreign language at the St. Giles School of English in Oxford Street. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ധാരാളം കഠിനമായിട്ടുള്ള ശാരീരിക അധ്വാനം വേണ്ടിവരുന്ന ജോലികളെല്ലാം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ടീച്ചറായി ജോലി ചെയ്തു. സെൻറ്റ് ഗിൽസ് സ്കൂൾ ഓഫ് ഇംഗ്ലീഷിൽ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലുള്ള ഈ സ്കൂളിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. സിൽക്കിൻസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, പ്ലീസ് അണ്ടർലൈൻ, ദ പോർട്രേറ്റ് ആൻഡ് അതർ പോയംസ് 1950, ദ പീസബിൾ കിങ്ഡം 1954, The Two Freedoms 1958, Living Voices 1960, The Recording of the Stones 1961, Nature with Man 1965 and Watersmeet 1994. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. Besides writing poems, he has edited anthologies which include the Penguin Books of First World War Poetry 1979. അദ്ദേഹം കവിതകൾ എഴുതുക മാത്രമായിരുന്നില്ല, അദ്ദേഹം എഡിറ്റർ കൂടിയായിരുന്നു. അദ്ദേഹം എഡിറ്റ് ചെയ്ത ഒരു ആന്തോളജിയാണ് ദ പെൻഗ്വിൻ ബുക്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ പോയട്രി 1979. ഹി ബിക്കെയിം ദ എഡിറ്റർ ഓഫ് ദ ലിറ്റററി മാഗസീൻ സ്റ്റാൻഡ്, പ്ലീസ് അണ്ടർലൈൻ സ്റ്റാൻഡ്, വിച്ച് ഹി ഫൗണ്ടഡ് ഇൻ 1952 and continued to edit the magazine until the death on 25th November 1997. അദ്ദേഹം ഒരു കവി മാത്രമായിരുന്നില്ല, ഒരു എഡിറ്റർ കൂടിയായിരുന്നു. അദ്ദേഹം തുടങ്ങി വെച്ച ഒരു സാഹിത്യ മാഗസീൻ്റെ പേരാണ് സ്റ്റാൻഡ്. അദ്ദേഹം അത് ആരംഭിച്ചത് 1952 അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്റർ. 1997 അദ്ദേഹം മരണപ്പെട്ടു. He won the Faber Memorial Prize for Nature with Man and received 4 Gregory Fellowship from University of Leeds. അദ്ദേഹത്തിന് ധാരാളം പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ നിന്നും ഗ്രിഗറി ഫെലോഷിപ്പ് 4 തവണ നേടിയിരുന്ന വ്യക്തിയാണ് ജോൺ സിൽക്കിൻ. അദ്ദേഹത്തിന് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ഫേബർ മെമ്മോറിയൽ പ്രൈസ് ഫോർ നേച്ചർ വിത്ത് മാൻ. Silkin's poems often focus on his Jewish identity, a sense of dislocation and the divide between humankind and nature. അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം തന്നെയും ആളുകൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരുപാട് രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജൂത ഐഡൻറ്റിറ്റി അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ സെൻസ് ഓഫ് ഡിസ്ലൊക്കേഷൻ മീൻസ് അദ്ദേഹം പലായനം ചെയ്തിരുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയാണ്. അദ്ദേഹത്തിന് തന്നെയും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ പലായനത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മനുഷ്യരാശിയും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു വേർതിരിഞ്ഞ ആ ഒരു ജീവിതശൈലിയുടെ മോശം അപാകതകളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. This is a brief description about the author.
Now we will discuss about a brief introduction about this particular chapter. In the second half of 20th century, there happened a paradigm shift in our perception of animals. Environmental movements created a sort of awareness against the commodification of animals in the present world. Accordingly, laws were framed to prevent the torturing and abuse of animals. It is in this context of the inhuman treatment of the non-human that a new literature of animals' rights emerged. The basic premises of such literature was the understanding of both the human and non-human forming as inseparable bond of life. John Silkin's nature or animal poems became the important in this historical scenario. Caring for animals belonged to the collection of Peaceable Kingdom. The poet says that whenever he asks the sky and water about caring for animals, he gets no answer. He remembers dogs, cats, horses, and owls that have been badly injured and need first aid. He answers the question himself and says that caring for animals will make us realize that human animals were too are in need of love and care. In rather simple lyrics, instead of objectifying the animals, the poet raises our consciousness towards the bond that should generate love, kindness, and care for the animals. Until one has loved an animal, a part of one's soul remains unawakened, says the French poet Anatole France. Through the poem, Silkin also shows the love and care for animals is a necessary step to extend the boundaries of the human world. 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും ആളുകളിൽ മൃഗങ്ങളോടുള്ള ചിന്താഗതിയിൽ ഒരു വലിയ മാറ്റം തന്നെ സംഭവിച്ചു. മൃഗങ്ങളെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതിൽ ആളുകൾ മാറി നിന്നു. ധാരാളം എഴുത്തുകൾ ഉണ്ടായി വന്നു മൃഗങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അവരെ ക്രൂരമായി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിനെതിരെ, അവരെ മിസ്ട്രീറ്റ് ചെയ്യുന്നതിനെതിരെ ആളുകൾ ധാരാളമായി എഴുതാൻ തുടങ്ങി, മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങി. ധാരാളം നിയമങ്ങൾ മൃഗങ്ങൾക്ക് വേണ്ടി നിലവിൽ വന്നു. മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെ തടുത്തുകൊണ്ട് ധാരാളം നിയമങ്ങൾ പല ലോകരാജ്യങ്ങളും പാസാക്കി. ധാരാളം എഴുത്തുകാരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. അത്തരത്തിൽ ജോൺ സിൽക്കിനും എഴുതിയിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അത്തരത്തിൽ ഉള്ള ഒരു കവിതയാണ് കെയറിംഗ് ഫോർ ആനിമൽസ്. ജോൺ സിൽക്കിൻ്റെ തന്നെ ദ പീസബിൾ കിങ്ഡത്തിൽ നിന്നാണ് ഈ കവിതയും എടുത്തിട്ടുള്ളത്. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അദ്ദേഹം ഇവിടെ ധാരാളമായി മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം കെയർ ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം ഈ കവിതയിൽ പലയിടത്തും പലതവണയായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരു ഫ്രഞ്ച് പോയിറ്റ് അനറ്റോൾ ഫ്രാൻസ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, "Until one has loved an animal, a part of one's souls remain unawakened." ഒരാൾ ഒരു മൃഗത്തെ സ്നേഹിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഉണരുന്നത്, യഥാർത്ഥമായി ഉണരുന്നത് എന്ന് വാദിച്ച ഒരു വ്യക്തിയാണ് അനറ്റോൾ ഫ്രാൻസ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ, അനറ്റോൾ ഫ്രാൻസിൻ്റെ ഈ വാക്കുകൾ ജോൺ സിൽക്കിന് വളരെയധികം പ്രചോദനം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം ആ മൃഗങ്ങളോടുള്ള കമ്പാഷൻ, ആ ഒരു ആർദ്രത, ആ ഒരു സ്നേഹമെല്ലാം നമുക്ക് കാണാൻ കഴിയും. And this is a short description about the poem Caring for Animals by John Silkin.